ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായന ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 17 വാക്യം. ഇത് ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ കൊരിന്ത് സന്ദർശിക്കുമ്പോൾ കണ്ടുമുട്ടിയ വ്യക്തിയായിരുന്നു ഗല്ലിയോൻ. ഇദ്ദേഹം റോമൻ സാമ്രാജ്യത്തിലെ അഖായ പ്രദേശത്തിന്റെ ഗവർണറും ആയിരുന്നു. അഖായയുടെ തലസ്ഥാന നഗരിയായ കൊരിന്തായിരുന്നു ഗവർണറുടെ ആസ്ഥാനം. അന്നത്തെ മഹാനായ തത്വജ്ഞാനി സെനേക്കയുടെ സഹോദരനുമായിരുന്നു ഗല്ലിയോൻ. ഇദ്ദേഹം ഒരു പ്രശസ്ത റോമൻ കുടുംബ അംഗമായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നീതിയുക്തമായ സ്വഭാവവും ശാന്ത മനോഭാവവുമായിരുന്നു ഗവർണറായ ഗല്ലിയോന്റെ പ്രത്യേകതകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഗല്ലിയോന്റെ ചില ശ്രേഷ്ഠതകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് മതസ്വാതന്ത്ര്യം നൽകിയ അധികാരിയായിരുന്നു ഗല്ലിയോൻ. ഇവിടെ ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായിട്ട് വാഴുമ്പോൾ യഹൂദന്മാര് പൗലോസിന്റെ നേരെ കുറ്റം ചുമത്തി എഴുന്നേൽക്കുകയും അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ആവശ്യം പൗലോസ് ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെതിരെ പൗലോസിന് തക്ക ശിക്ഷ നൽകണം എന്ന അഭിപ്രായക്കാരായിരുന്നു അവിടെ കൂടിയിരുന്നതായിട്ടുള്ള ജനങ്ങൾ. എന്നാൽ ഇവിടെ ഗവർണർ ചെയ്യുന്നത് മതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അനാവശ്യമായി താൻ ഇടപെടാതിരിക്കുക എന്നതാണ്. മതസ്വാതന്ത്ര്യം ഏവർക്കും ആവശ്യമായ ഒരു ഘടകമാണെന്ന് ഗല്ലിയോൻ ഇതിലൂടെ കാണിച്ച് മാതൃകയാകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നീതിപൂർവമായ നിലപാടുകൾ എടുക്കുന്നതായി ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കൂടാതെ പൗലോസിനും അദ്ദേഹം പ്രസംഗിച്ച ദൈവത്തോടും ദൈവവചനം കേൾക്കുന്നവരോടും അനുകൂലമായ മനോഭാവവും പുലർത്തിയ വ്യക്തിയായിട്ട് നമുക്കിവിടെ ഗല്ലിയോനെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ ഗല്ലിയോൻ ആരാധനാ സ്വാതന്ത്ര്യം നൽകിയതിലൂടെ ദൈവനാമം ആ കൊരിന്ത് പട്ടണത്തിൽ എങ്ങും പ്രഘോഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. രണ്ടാമതായിട്ട് സംരക്ഷണം നൽകിയ അധികാരിയായിരുന്നു ഗല്ലിയോൻ. പരാതിക്കാരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി കളയുകയും അവിടെ പൗലോസിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ റോമൻ സ്ഥാനാപതിക്കും യഹൂദരോട് പ്രതിപത്തി ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ പൗലോസിന് ലഭിക്കുന്നത് തീർച്ചയായും ഒരു ദൈവിക സംരക്ഷണം തന്നെ ആയിരുന്നു. ഇവിടെ അദ്ദേഹം യഹൂദന്മാരോട് ഇപ്രകാരമാണ് പറയുന്നത്: യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായ പ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്ക സംഗതികളിൽ എങ്കിലോ നിങ്ങൾ തന്നെ അത് നോക്കിക്കൊള്ളുവിൻ. ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായാസനത്തിങ്കിൽ നിന്ന് പുറത്താക്കി കളയുന്ന ഒരു അധികാരിയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തൻ്റെ മക്കളെ കരുതുവാൻ ഏത് മുഖാന്തരങ്ങളും ഉപയോഗിക്കും എന്ന് നമുക്ക് ഇതിലൂടെ വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും സാധിക്കണം. പൗലോസിന് വേണ്ടി ഇവിടെ ദൈവം ഉപയോഗിച്ചത് ഗല്ലിയോൻ എന്ന ഗവർണറെ ആയിരുന്നു. അതിനാൽ തന്നെ കൊരിന്ത് പട്ടണത്തിൽ ദൈവവചനം വ്യാപിക്കുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഭാരത രാജ്യം മതബഹുലതയുടെ ഒരു രാജ്യമാണ്. എന്നാൽ മറ്റു മതങ്ങളോടുള്ള നമ്മുടെ സമീപനം ഇന്ന് എപ്രകാരമാണ്? മറ്റുള്ളവരെയും അംഗീകരിക്കുവാനും അതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കണം. അത്തരത്തിൽ അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മതബഹുലതയിൽ അധിഷ്ഠിതമായ ഞങ്ങളുടെ സമൂഹത്തിൽ ഗല്ലിയോനെ പോലെ മറ്റു മതസ്ഥരുടെ വിശ്വാസം വ്രണപ്പെടുത്താതെ ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.